ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര തുടങ്ങിയത് മുതൽ രാത്രി അവിടെ എത്തുന്നത് വരെയുള്ളതാണ് കേട്ടുള്ളത്. നമ്മൾ രാത്രി ആയിട്ട് എത്തിയപ്പം പിന്നെ അവിടുത്തെ റൂമും കാര്യങ്ങളും ആണ് ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആവും വിചാരിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ പാർട്ട് 1, 2 ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മളെടുത്ത റൂമിൻ്റെ ഒരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ അവിടെ കാണുന്നത്. പിന്നെ നമ്മളിതാ നേരത്തെ തന്നെ എണീറ്റ് പിന്നെ ഫ്രഷായി റെഡി ആയിട്ടോ. ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഫുഡും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ പിന്നെ അവിടുന്ന് കീ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ യാത്ര തിരിച്ചു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ തന്നെ കുറേ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ബീച്ചാണല്ലോ, അപ്പോൾ അവരവിടെ മീൻ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് ഗോവയ്ക്ക് എന്നുള്ളൊരു ഇതെടുത്ത് പോകുന്നപ്പോൾ ഇന്ന സ്ഥലം കാണാം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെയില്ല, നമ്മൾ ജസ്റ്റ് പോകുന്നു. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് ഓരോരുത്തർ ചോദിച്ചിട്ട് ഏതൊക്കെയാണ് മെയിൻ സ്ഥലങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ബട്ടർഫ്ലൈ ബീച്ച് നല്ലതാണ്, പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്ക് പോകണ ഈ ഒരു വഴിയാണ് കേട്ടോ. അവിടെ ഒരു ഉള്ളിലോടുള്ളൊരു ഇടവഴി പോലെയാണ് കേട്ടോ, ഒരു ഓഫ് റോഡ് പോലെയാണ്. അപ്പം നമ്മൾ കുറച്ച് അങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പോവാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചത് അത്രയും പോകാനുള്ളൂ എന്നാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് കുറച്ചധികം തന്നെ പോകാനുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അത് ഏകദേശം നമ്മൾ ആ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം ആളുകളൊന്നും അവിടെ എത്തിയിട്ടില്ല. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് അവിടെ അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ അവിടുത്തെ പാർക്കിംഗ് ഫീ 100 രൂപയാണ് കേട്ടോ അവിടെ പാർക്കിംഗ് ഫീ ഉള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് മോളെ 2-3 ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് പിന്നെ ഇവിടുന്ന് ഒരു ജീപ്പുണ്ട്. ഈ ജീപ്പിനാണ് പിന്നെ നമ്മൾ ആ ബീച്ചിലേക്ക് പോവേണ്ടത് കേട്ടോ. പിന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നടക്കാനുണ്ടാവും. അപ്പോൾ ജീപ്പിൽ ഒരാൾക്ക് 250 രൂപയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഫുഡൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നിങ്ങൾ പോവാനെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എഗ്ഗ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കൂടുതൽ ആൾക്കാരും നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 3/4 മണിക്കൂർ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ചിലപ്പോൾ അവർ കൂട്ടി പറയാവും, കാരണം അവരെ ജീപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച ഏതായാലും കുറേ ആളുകൾ നടന്ന് പോണ കണ്ടുകൊണ്ട് നമ്മളും വിചാരിച്ച് നടക്കാമെന്ന് കേട്ടോ. അങ്ങനെ ജീപ്പിന് ഒരാൾക്കാണ് കേട്ടോ 250 രൂപ. പിന്നെ നമ്മൾ ഏതായാലും നടന്നു. അപ്പം നമ്മൾ വന്ന വഴിനേക്കാളും ആയ വഴിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സിംഗിളായിട്ട് അങ്ങനെ പോവാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സാധനമൊന്നും പിടിക്കാനൊന്നും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ലാവിഷായിട്ട് നടന്നു പോവാം. പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓള് നടക്കുന്നുണ്ട്, പക്ഷെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കുമല്ലോ നമുക്ക് അവിടെ എത്തിയിട്ട് അതുപോലെ തിരിച്ചിങ്ങോട്ട് വരും വേണം. പിന്നെ നമുക്ക് എത്ര ടൈം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓളെ എടുത്ത് ഒരാളെടുക്കും, അങ്ങനെ അപ്പുറത്ത് ഒരാളെടുത്ത് അങ്ങനെ മാറി മാറി എടുത്തൊക്കെയാണ് കേട്ടോ പോയിന്. പിന്നെ എന്താ വെച്ചാൽ 2 വീലർ ഇങ്ങോട്ട് കടക്കും കേട്ടോ. നമ്മളെ 2 വീലർ ഇങ്ങോട്ട് കിടക്കും. അതായത് നമ്മളെ വണ്ടി കാറും ഇതൊന്നുമാണ് പോവാത്തത്, 2 വീലർ ഇതിൽ പോവും. കുറേ ആളുകൾ 2 വീലർ എടുത്ത് പോകുന്നുണ്ട്. എന്നാലും 2 വീലർ എടുത്ത് പോയി കഴിഞ്ഞാലും കറക്റ്റ് ബീച്ചിൻ്റെ അവിടെ അറ്റം എത്തൊന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് അങ്ങോട്ട് പിന്നെയും ഭയങ്കര ഇടുങ്ങിയ വഴിയുണ്ട്. അങ്ങനെ ഏകദേശം അവിടെ ഒരു ഈ ഷോപ്പ് കണ്ടോ, ഇവിടെ എത്തിയിട്ടോ. ഇവിടെയാണ് എല്ലാവരും 2 വീലർ എടുത്ത് വന്നോലും പിന്നെ അവിടുന്ന് നമ്മൾ ജീപ്പ് എടുത്തിട്ട് വന്നോലും ഇവിടെയാണ് നിർത്തുക. പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ടൈപ്പ്, അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. ഇവിടുന്ന് എല്ലാവരും നടക്കും, ജീപ്പിന് വന്നോലും സ്വന്തം 2 വീലറിൽ വന്നോലും ഒക്കെ എന്ത് ചെയ്യണം നടക്കും. അങ്ങനെ ഏകദേശം ഇതാ നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞത് അനുസരിച്ച് അത്രയ്ക്ക് നമ്മൾ ഹൈപ്പ് കൊടുക്കാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, എനിക്കിപ്പോൾ അത്രയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവരും പറഞ്ഞ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം തോന്നുന്നുണ്ട് വീഡിയോസിൽ. പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഭയങ്കരമാക്കി കൊടുക്കുമല്ലോ, അപ്പം നമുക്കൊരു രസം തോന്നും. പിന്നെ നമ്മളെന്ത് ചെയ്ത് അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഓളെ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കിയിട്ടോ. കാരണം ഓൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറക്കണേ പ്രശ്നം ഉണ്ടായിട്ടില്ല, പിന്നെ ഓൾ കയറൂല. അതുകൊണ്ട് നമ്മൾ ഏതായാലും വന്നതല്ലേ വിചാരിച്ച് കുറച്ച് നേരം ഇറക്കി. പിന്നെ കുറേ ആൾക്കാർ അന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും ഇറങ്ങിയിട്ടില്ല, മോളെ മാത്രം ഇറക്കിട്ടോ. പിന്നെ തന്നെ ഓൾ അവിടുന്ന് കയറ്റിയ സമയത്ത് ഭയങ്കര കരച്ചിലേനി കേട്ടോ. പിന്നെ ഒരു പാറ എന്താ കുറേ കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് വെയിലും ആയിട്ടുണ്ടായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടന്നു. പിന്നെ നമ്മൾ വണ്ടി എടുത്തു. അപ്പം തന്നെ ഉച്ച അതിൻ്റെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഇതിൻ്റെ നദിക്ക് കുറുകെ, അതായത് ഈ പനാജിയും പോർവോറിമിനും ഇടയിലുള്ളൊരു പാലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വ്യൂ വേറെ ഒന്നുണ്ട്, നൈറ്റ് വ്യൂ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഓൾഡ് ഗോവയ്ക്കാണ് കേട്ടോ. അതായത് നോർത്ത് ഗോവ. നമ്മൾ ഈ ബീച്ചൊക്കെ കണ്ടിട്ടുണ്ടായി സൗത്ത് ഗോവയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് നോർത്തേക്കാണ് കേട്ടോ. ഇവിടെ സൗത്തിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നെ അതുപോലെ നോർത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഓൾഡ് ഗോവ എന്ന് പറയണത്. അപ്പം നമ്മൾ പോയ ബീച്ചിലായിക്കോട്ടെ, അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. നമ്മൾ തന്നെ നാട്ടിൽ തന്നെ എവിടെ പോകുമ്പോൾ അങ്ങനത്തെ ചെറിയ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വാങ്ങിക്കാൻ പറ്റിയ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു ഇത് വന്നത് കേട്ടോ. കടകളൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക്, നമ്മൾ സാധനം വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഷോപ്പുകൾ കാണുമ്പോൾ നമുക്കൊരു ഒരിതാണല്ലോ, അങ്ങനെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓൾഡ് ഗോവയ്ക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം ഷോപ്പുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയപ്പോൾ നല്ല ഷോപ്പുകളും കാര്യങ്ങളും വ്യത്യസ്ത കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, ഈ മാർക്കറ്റിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു ചർച്ചാണ് കേട്ടോ. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പിന്നെ ഇത് അതുപോലെ ഒരു കോട്ടയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ ബസ് നിർത്തിയിട്ട് തിരിച്ച് വരെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അവിടെ കയറി കണ്ടതാണോ എന്താ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. നമ്മളിവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് ഈ ചർച്ച് വരുന്നത്, അവിടെ നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്ന് പോവാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു സ്ഥലം കിട്ടിയപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ മാർക്കറ്റിലൂടെ നടക്കുകയാണ് കേട്ടോ ചെയ്ത്. മാർക്കറ്റിലൂടെ ഇങ്ങനെ പോയിട്ടാണ് ആ ചർച്ചിക്കുള്ള വഴി കേട്ടോ. അപ്പം മാർക്കറ്റിലേക്ക് പോണ വഴിയിലാണ്, ചർച്ചിലേക്ക് പോണ വഴിയിലാണ് ഈ മാർക്കറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് വണ്ടി സൈഡാക്കി ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിട്ടോ. ഭയങ്കര തിരക്ക്, നമ്മൾ പോണ സമയത്ത് ചെറുതായിട്ടുള്ള തിരക്കാണ്. പിന്നെ നമ്മൾ ചർച്ചും കാര്യമൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകുന്നേരം ആയിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര തിരക്കുണ്ട്. ഇവിടെ ഭയങ്കര ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ബാഗ്, ഫാൻസി ഡ്രസ്സ്. പിന്നെ ഡ്രസ്സുകളൊന്നും കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്, വേറൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ടോയ്സും കാര്യങ്ങളും പിന്നെ ഫാൻസി ഐറ്റംസും ഒക്കെ നല്ലതുണ്ട് കേട്ടോ. പിന്നെ റേറ്റും ഒരു നോർമൽ, അത്യാവശ്യം നല്ല കുറവുമല്ല അങ്ങനെ. പിന്നെ ഫുഡ് ഐറ്റംസ്, ഐസ്ക്രീം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പൊട്ടാറ്റോ ആണ് കേട്ടോ ഈ കാണുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചത് പൊട്ടാറ്റോ ആണ് കേട്ടോ, നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ കടല ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ദാ ഈ വഴിയിലാണ് കേട്ടോ, ഈ വഴി നേരെ പോയാലാണ് നമ്മളെ ചർച്ചിലേക്കുള്ള വഴി. അപ്പം നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം അവിടെ ഒരു കമ്പി കണ്ടപ്പം അതിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അവരെ എന്തോ ഒരു പരിപാടിയാണ്, എന്താണെന്നുള്ളത് അറിയില്ല. ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പം നമ്മളിതാ പുറത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ ആ ഷീറ്റിട്ട് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യും, ഇങ്ങനെ ഓലെന്തോ ഒരു ആചാരമാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഫോണൊക്കെ സൈലൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നിശബ്ദത പാലിച്ചിട്ടുണ്ടായിട്ട് അവിടെ പ്രാർത്ഥനയും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ട് നേരെ സൈഡിലൂടെ ഇറങ്ങാനുണ്ട്. അവിടെ നല്ല വെള്ളം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, കുടിക്കാൻ വേണ്ടി നല്ല കുടിവെള്ളവും ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് നേരെ അപ്പുറത്തുള്ള ഒരു ചർച്ച് തന്നെ ആണ്, വേറെ ചർച്ചാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ, കറക്റ്റ് എനിക്ക് പേരറിയില്ല. അപ്പോൾ അവിടെയും പോയിട്ടോ. അവിടെ നിന്ന് നമ്മൾ പിന്നെ
അവിടെ ഈ പോണ ഒരു ചേട്ടൻ ക്യാമറമാനാണ് കേട്ടോ. അതായത് ഫോട്ടോ എടുക്കണ ഓല് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പം നമ്മൾ അവിടുന്ന് എന്ത് ചെയ്ത് പിന്നെ നമ്മൾ സിംഗിൾ ഫോട്ടോയും മൂന്നാളും വന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. നല്ല ക്ലിയറും ഉണ്ട്, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അപ്പം തന്നെ ഫോട്ടോ തന്നും ചെയ്തു. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ച് മടങ്ങുക. അപ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏക സമാധാനം പോലീസും ഒക്കെ ഉണ്ട്. നമുക്ക് മക്കളെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുക. അങ്ങനെ ഒട്ടിയാണ് കേട്ടോ എല്ലാവരും പോണത്. ഭയങ്കര തിരക്കുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഐസ് വാങ്ങി. പിന്നെ അതുപോലെ കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതാ സർബത്തൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് സാധനം സർബത്ത് പെപ്സിയൊക്കെ നമ്മളെ നാട്ടിനാട്ടിൽ ഭയങ്കര റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴേക്കൊരു നമ്മൾ ജങ്കാറ് പോലത്തെ ഒരു ഇത് കണ്ട്. അപ്പം നമ്മൾ അവിടെ ഒന്ന് പോയിട്ട് തിരിച്ച് ഒന്ന് പോവാൻ വിചാരിച്ച്. അങ്ങനെ അവിടെ ഒന്ന് പോയിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഇനിയിപ്പം റൂം നോക്കാമെന്ന് വിചാരിച്ച്. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, റൂം നോക്കാൻ വിചാരിച്ച് അങ്ങനെ പോയി. അങ്ങനെ ഓൺലൈൻ വഴി നമ്മൾ റൂം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജ് കണ്ടല്ലോ, ആ ഒരു ബ്രിഡ്ജിൻ്റെ രാത്രി വ്യൂ ആണ് കേട്ടോ അത്. അവിടെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജാണ് നമ്മൾ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഏകദേശം കവർ ചെയ്തതിന് ശേഷം ഓൾഡ് ഗോവയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ആ ബ്രിഡ്ജ്. അങ്ങനെ നമുക്കൊരു റൂം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ആ റൂമിലേക്കാണ് കേട്ടോ നമ്മൾ ലൊക്കേഷൻ ഇട്ടത്. അങ്ങനെ അവിടെ എത്തി. റൂം നല്ല റൂമാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റിയ ടൈപ്പ് റൂമാണ്. നമ്മൾ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ ഒരു ഹാള് പോലെ. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും സിംഗിൾ ബെഡ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കിച്ചണ്. പിന്നെ അത് കഴിഞ്ഞൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പോലത്തെ റൂം എടുത്ത് നമ്മൾ ലഗേജ് കാര്യമൊക്കെ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല ഇതാണ് കേട്ടോ. ബാത്റൂമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് മിററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. കിച്ചണും ഫ്രിഡ്ജ് എല്ലാവിധ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തി വേഗം ഫ്രഷ് ആയതിന് ശേഷം ആദ്യം നമ്മൾ വിചാരിച്ച് ഫുഡ് ആ റൂമിലേക്ക് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ വിചാരിച്ചിരുന്നാൽ നമുക്ക് രാത്രി വെറുതെ ഇറങ്ങലും ആവും, നമുക്ക് ഫുഡ് കഴിക്കലും ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം എന്ത് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പം നമ്മൾ കുറേ ഹോട്ടൽ ഇങ്ങനെ നോക്കിയിട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇവിടെ കുറേ എന്താ വെച്ചാൽ മറ്റേ ഇവിടെ കള്ളാണല്ലോ മെയിൻ. അപ്പം ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വേറെ ഷോപ്പിലേക്ക് പോവാമെന്നുള്ളത്. അപ്പം നമ്മൾ കുറേ ഷോപ്പൊക്കെ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയത് ഇല്ല. അപ്പം നമ്മൾ തിരിച്ചെന്ത് ചെയ്തു, നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വരുന്നത്. നമ്മൾ കുറേ നോക്കി. പിന്നെ ഷോപ്പ് അത്ര നമുക്കൊരു കയറാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഹോട്ടലൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ആദ്യം കണ്ട് ഹോട്ടലിലേക്ക് തന്നെ പോവാന്നുള്ളത്. അപ്പോൾ ഇത് അവിടെ കണ്ടൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആരതമാണ് അവരേറ്റ് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പോയ ഹോട്ടൽ സംഭവം നല്ല ഹോട്ടലാണ്. നല്ലൊരു അതായത് നമുക്കൊരു സൈലൻ്റ് ആയിട്ടുള്ള, പിന്നെ ഭയങ്കര ഒരു അവിടുത്തെ ഡെക്കറേഷനും കാര്യമൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഓരോ ടേബിൾ മേൽ റോസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ മാറ്റി. എന്താ വെച്ചാൽ ഇവളതൊക്കെ എടുത്തിട്ട് കേടാക്കും. അപ്പം ഞാൻ എന്നും ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ഓക്കും കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ എഗ്ഗും കാര്യമൊക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 3 ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.